പറയുന്നവനെ കൊല്ലി ഞാൻ. അയ്യോ, ഇതൊരു സ്വപ്നമായിരുന്നോ? എന്റെ പൊന്നു ചേച്ചി, എന്നോട് പൊറുക്കണം. എന്റെ പെൺകൊച്ചനെ വേറെ ഒരുത്തൻ താലി കെട്ടണത് സ്വപ്നം കണ്ടതുകൊണ്ട് പറ്റിയ മിസ്റ്റേക്കാ. എന്നോട് പൊറുക്കണം ചേച്ചി. പേരും കള്ളനാ, രക്ഷപ്പെടാനുള്ള അടവാ. ഒന്നും ചെയ്യണ്ട, നമുക്ക് പിന്നെ പോലീസിൽ ഏൽപ്പിക്കാം. എന്റെ അമ്മോ, വേണമെങ്കിൽ ഇവിടെ വെച്ച് 2 എണ്ണം കൂടുതൽ തന്നോ, എന്നാലും ശരി, എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. ഇവിടെ തെസൈ കരടിക്കാശവൻ എന്റെ അമ്മാവനാണ്. സാർ, ബസ്സിനുള്ളിൽ വെച്ചൊരു സ്ത്രീയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ച ഒരു കള്ളനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും ഏതോ ഒരു കരടിക്കേശവൻ അവന്റെ അമ്മാവനോന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്ത. കരടിന്ന് വിളിക്കുന്നുള്ള റാസ്കൽ. അയ്യോ, സാറിന്റെ പേരായിരുന്നു അത്. കരടിന്ന് വിളിച്ചത് ഞാനല്ല വിളിച്ചത്, ആ കള്ളനാ. ആര് വിളിച്ചാലും കൊന്നുകളെ ഞാൻ. അയ്യോ അയ്യോ, ഉജ്ജ്വല, പുറത്തൊരുത്തൻ മാല മോട്ടിച്ച കേസിൽ വന്നിപ്പുണ്ട്. അവനെ ശരിക്കൊന്ന് പെരുമാറിക്കണം. ഇവിടെ നല്ല തടിയുള്ള പണിയിട്ട് തല്ലല്ലേ സാറേ? നിന്നെ ഞാൻ തല്ലില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായി ഉത്തരം പറഞ്ഞാൽ, അല്ലെങ്കിൽ അടിച്ച് നിന്റെ അടവാങ്ങി ഇളകും. കാറിനെത്ര വീലണ്ടാ? കാറിനാകെ 4 വീല്. സ്റ്റെപ്പിന് നിന്റെ അപ്പം കൊണ്ടുപോയടാ. കാറിന് 5 വീലുണ്ട്. 5 വീല്. സാറേ, ഞാൻ പറയുന്നത് സാറിന് പറയാൻ പറ്റുമോ? പറയാ. ആന അലറലോട് അലറൽ. സിമ്പിള്. ആന അരലോട്. ആന അരലോടല്ല, ആന അലറലോട് അലറൽ. പറയൂ. മേൽ ഇതേപോലത്തെ വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ചാലല്ല. ആരാ നിന്റെ അമ്മാവൻ? എന്റെ അമ്മയുടെ ആംഗ്ലയാ. അല്ല, ഇവിടുത്തെ എസ് ഐ ആണ് സാറേന്ന് വിളിക്കണോ? അയ്യോ സാറേ. സാർ ഇവന്റെ. അതെ, എന്നെ ക്ഷമിക്കണം സാറേ. എന്ന് തുടങ്ങിയതാ മാല പൊട്ടിക്കലൊക്കെ? അമ്മാവന്റെ മോളെ കെട്ട് സ്വപ്നം കണ്ട് കെട്ടുതാലി പൊട്ടിച്ചാണ്. എന്റെ മോടെ കെട്ടുതാലി നീ പൊട്ടിക്കും അല്ലടാ? സ്വപ്ന എന്തു സ്വപ്നമായിരുന്നാലും ശരി, ഇടിച്ചതിന്റെ കൂമ്പ് ഞാൻ കലക്കും. നാളെ എന്റെ മോടെ കല്യാണം നിശ്ചയമാ. അതിലെങ്ങാണ് നീ കയറി ഇടപെട്ടാലേ. ഉജ്ജ്വല, ഇവന്റെ കാരണത്തിൽ 2 കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്. അത് വേണോ സാറേ? നാളെ നിങ്ങൾ അമ്മാവനും മരുവനും ഒന്നാവും. അപ്പൊ എന്റെ അവസ്ഥ മോശമാവും. പറയുന്നത് അനുസരിച്ചാൽ മതി. കൊടുക്കണോ? സാറേ, വന്നിട്ടുണ്ട്. ഈ കുടുംബത്തിന്റെ ക്രമസമാധാനം തർക്കം 2 പേര് പുറത്തു വന്നേക്കുന്നു. പെങ്ങളും മോനും ഇറങ്ങി വാടാ പുറത്തേക്ക്. തന്റെ പോലീസ് ആണെങ്കിൽ എന്നെ മുന്നിൽ വെച്ചവനെ തല്ലടാ. 2 അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ആക്കട്ടെ സാറേ. എങ്കിൽ അതിന്റെ ചെള്ള ഞാൻ പൊളിക്കും. എന്താടാ, നിന്റെ നാ ഇറങ്ങിപ്പോയോ? ഇവനെ അറിയാവൂടാ നിനക്ക്? മോന്ത കുരിച്ചു പിടിച്ച് നിൽക്കാതെ എന്റെ മുഖത്ത് നോക്കടാ പീറ പോലീസേ. വിവരക്കേട് പറയിക്കാതെ നിന്റെ തള്ളയെ വിളിച്ചോണ്ട് വീട്ടിൽ പോ. എനിക്കിപ്പോ വിവരമില്ല അല്ലേ? നീ ഇത് പറയണോടാ. എന്നാ എല്ലാവരും കേട്ടോ, എനിക്ക് എങ്ങനെ വിവരം ഉണ്ടാകാനാ? ഞാൻ പള്ളിക്കുടുത്തി പോവാതെ കൂലിപ്പണി എടുത്തല്ലേ അവനെ പഠിപ്പിച്ച് പോലീസാക്കിയത്. എടാ കേശവാ, പോലീസ് ആണെങ്കിലും വാക്ക് പാലിക്കണോടാ. പെങ്ങളെ, ഞാനിപ്പോഴും വാക്ക് പാലിക്കാൻ തയ്യാറാ. ഇവന് ഗവൺമെന്റ് ജോലി കിട്ടിയ ഇപ്പോ ഇവിടെ വെച്ച് എന്റെ മോൾ ഇവനുമായിട്ടുള്ള കല്യാണം നിശ്ചയിക്കാം. എന്താ, നടക്കുവോ? ഇന്നല്ലെങ്കിൽ നാളെ ഒരു ജോലി കിട്ടാതിരിക്കില്ല അമ്മ. കിട്ടും. അതുവരെ കാത്തിരുന്ന് എന്റെ മോടെ ജന്മം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. മണിയണ്ട, നിന്നെ അന്വേഷിച്ചെടുക്കാത്ത സ്ഥലമില്ല. ഒരു രജിസ്റ്റേർഡ് കത്തുണ്ട്, ഇല്ലെന്ന് ഒപ്പിട്ടെ. എനിക്ക് ജോലി കിട്ടി അമ്മേ, എനിക്ക് ജോലി കിട്ടി. എല്ലാരും കേട്ടോ, എനിക്ക് ജോലി കിട്ടിയോ അമ്മ? നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. മോനെ അകത്തോട്ട് കയറിയിരിക്കടാ. കേശവാ, നീ ഇപ്പൊ വാക്ക് പാലിക്കണം. ഞാൻ അകത്തോട്ട് കയറിക്കോട്ടെ. നീ ഇങ്ങോട്ട് കേറി വാടാ മോനെ. നിന്റെ കല്യാണ നിശ്ചയം ഈ മുത്തശ്ശൻ നൽകി തരാം. എല്ലാ സഹോദരങ്ങളും വഴി മാറി അങ്ങോട്ട് മാറി. എന്താ എല്ലാരും എത്തിയില്ലേ? എല്ലാരും എത്തി. അകത്ത് മണിയായിട്ടുള്ള നിശ്ചയം നടക്കും. മണിയുണ്ടല്ലോ കേട്ടോ. അതെ, അവനിപ്പോ ജോലി കിട്ടിയില്ലേ?
എല്ലാരും ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇന്നിവിടെ എന്റെ കല്യാണ നിശ്ചയമാണ് നടക്കേണ്ടത്. ആണുങ്ങളെ വിളിച്ചു വരുത്തി അവമാനിക്കരുത്. എന്താ കേശവൻ സാറൊന്നും മിണ്ടാത്തത്? അത് വിരട്ട് കേട്ട് വിരണ്ടോടിയ പഴയ രാജപ്പനല്ല, വയൽ നേർത്തിയ പുത്തൻ വീട്ടിൽ രാഘവന്റെ മകൻ രാജപ്പനെ നിങ്ങൾക്ക് ശരിക്കറിയില്ല. വയലിനേറ്റിയ കുറ്റത്തിന് ഇവനെ പിടിച്ച് ലോക്കപ്പിലിട്ട് എന്റെ കല്യാണം നടത്തി താമോ. നിന്റെ കല്യാണം ഞാൻ നടത്തി തരണം. എന്റെ കല്യാണം ഞാൻ നടത്തണം. നീ കാരോടാ കളിക്കുന്നത് നിനക്കറിയോടാ? തകർക്കും ഞാൻ. ഉജ്ജ്വല രണ്ടുപേരും പിടിച്ച് മാറ്റടോ. രണ്ടുപേരും സമാധാനം പാലിക്ക്. ഒരിക്കൽ ഇതുപോലൊരു സന്ദർഭത്തിൽ രാജ്മോഹൻ എന്നോട് ചോദിച്ചു, അങ്കിൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഒരുപാട് ശത്രു സംഹാര താണ്ഡവം ആടിയിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയെന്ന്. ഇനിയും ഒരു ശത്രുവിനെ കൊല്ലാൻ കൂടി എനിക്ക് മടിയില്ല. നാട്ടുകാരുടെ പക്ഷത്തു നിന്ന് ഞാനൊരു തീരുമാനം പറയാം. മണികണ്ഠന് ജോലി കിട്ടിയ സ്ഥിതിക്ക് ആ വാക്ക് പാലിക്കണം. ജോലി കിട്ടിയത് ശരിയാണോ നോക്കിയിട്ട് മതി ആ തീരുമാനം. ആ സാക്ഷരത നീ വായിച്ചു നോക്ക്. ഇത് സ്ഥിരം ജോലിയല്ല, വെറും 3 മാസത്തേക്കുള്ള ടെമ്പററി പോസ്റ്റ്. ഇത് ചിലപ്പോ പ്രഗ്നന്റ് ആവാനും സാധ്യത ഉണ്ട്ട്ടാ. അത് ശരിയാവില്ലടാ മോനെ. ഇത് ഞാൻ ശരിയാക്കിക്കോളാം മാവാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ജോലി സ്ഥിരപ്പെടില്ല. ആ സ്ഥിതിക്ക് എന്റെ നിശ്ചയം ഇപ്പൊ ഇവിടെ ചേർന്നു. ആ പണി നടക്കില്ല. എന്താ ഒരു കാര്യം ചെയ്യാം, ഈ കല്യാണം 3 മാസത്തേക്ക് മാറ്റി വെക്കാം. മണികണ്ഠന്റെ ജോലി സ്ഥിരപ്പെട്ടാൽ പെണ്ണ് മണികണ്ഠന്, ഇല്ലെങ്കിൽ പെണ്ണ് രാജപ്പന്. ആ, ശരി ശരി ശരി. എല്ലാവരും പൊക്കോ പൊക്കോ. നമുക്ക് കാണാം. ഓ പൊക്കോ പൊക്കോ. പൊക്കോ. മോനെ നിനക്ക് എവിടാ ജോലി കിട്ടിയത്? കാഴ്ച ബംഗ്ലാവിൽ. സൂക്ഷിച്ചു പിടിക്കണേ, അല്ലെങ്കിൽ ഇന്നാളത്തെ പോലെ താഴെ വീണ് മണ്ണ് പറ്റും. ഇത് എത്രയുണ്ട്? രണ്ടും കൂടി ഒരു 40 കിലോ വരും. അത്രയും തോന്നില്ലല്ലോ. കട്ട് വിൽക്കുന്നവരെ ഞാനെങ്കിലും കള്ളം പറയത്തില്ല കേട്ടോ. ആ അത് കണ്ടാലേ അറിയാം. കടുവയൊക്കെ തിന്നേണ്ട ഇറച്ചിയാ നീ ചുളു വിലക്ക് വാങ്ങി ഹോട്ടലിൽ കൊണ്ട് വിൽക്കുന്നത്. അയ്യടാ. പിന്നെ ഇന്ന് മുതൽ കുറച്ച് വില കൂട്ടി തരണം, അല്ലെങ്കിൽ എനിക്ക് നഷ്ടാ. കയ്യിൽ നിന്ന് കാശീലൊന്നുമില്ലല്ലോ. എന്നാലും കുറച്ച് റിസ്ക് അല്ലേ? എന്താടാ അനക്കമില്ലാത്ത? ഒന്നുമില്ല. എന്താ നിന്റെ ശബ്ദത്തിനൊരു മാറ്റം? തൊണ്ടോല് രീച്ച പോയിടാ. വായടച്ചു പിടിടാ. താൻ ഈ കോഴി അങ്ങോട്ട് പിടി. പെരുമ്പാമ്പിൽ ഒഴുങ്ങായിട്ടോ കോഴിയാ. പിന്നെ എല്ലാം കൂടി മൊത്തം കാശ് ഇന്ന് തന്നെ വീട്ടിൽ കൊടുത്തേക്കണം. ഇവിടെയുള്ള മൃഗങ്ങളുടെ ഭക്ഷണം എടുത്ത് പുറമെ കൊടുത്ത് കാശാക്കളാ മൃഗ തെണ്ടി. എന്റെ പൊന്നു മണിയണ്ട, ഇത് ആരോടും പറയരുത്. പകരം നിനക്കും തരാം. എടാ കള്ള, നിന്നെ ഞാൻ സൂപ്രണ്ടിനെ ഏൽപ്പിക്കടാ. സാറേ നിക്കില്ല. നിങ്ങൾ ഓടണ്ട. നീ അവിടെ നിൽക്കാൻ പറഞ്ഞേ. നിൽക്കുന്നില്ല. നിൽക്കണോ? നിങ്ങൾ ഓടണ്ട. നിങ്ങൾ ഞാൻ വിടുന്നോ? നിൽക്കണോ? നിൽക്കില്ല. എന്താണ് ഇത്? ഇവിടെ എന്താ ഒളിമ്പിക്സ് നടക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ വ്യായാമം ചെയ്തില്ല, അതുകൊണ്ടൊന്ന് ഓടി നോക്കിയതാ. താനും വ്യായാമം ചെയ്യാ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല. ഇവന്റെ പണി തെറിക്കാനുള്ള വ്യായാമം ഞാൻ കണ്ടുപിടിച്ചു സാർ. ഇവൻ കള്ളനാ സാർ, കള്ളൻ. ഞാൻ പറയും. അനീതിക്ക് അക്രമത്തിനും കൂട്ട് കണ്ണ് കിട്ടില്ല. നീ കാര്യം പറ സാർ. ഇവിടെയുള്ള കടുവയും പുലിയും സിംഹം തിന്നാനുള്ള ഇറച്ചി മുഴുവൻ അപ്പുറത്തെ ഹോട്ടലിലേക്ക് ഇവൻ മറച്ചു വെക്ക. തത്തയ്ക്കും കരടിക്കും കുരങ്ങനുള്ള പാലും പഴം ആരാ കഴിക്കണമെന്ന് അറിയാമോ? ഇവന്റെ ഭാര്യയും മക്കളും. ഞാനത് 3-4 ദിവസമായി കണ്ടുവരുന്നു. ഇന്നത് കയ്യോടെ പിടിച്ചപ്പോ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത് ഇവൻ കള്ളൻ. ഇവനെ പോലുള്ളവന്മാരെ ഇനി ഇവിടെ വെച്ചോണ്ടിരുന്ന ഈ കൂട്ടി കിടക്കണ വന്യമൃഗങ്ങളൊക്കെ വിശന്ന് പൊരിഞ്ഞ് പൂച്ചകളാവും സാർ. കള്ളമാണ് സാർ, പച്ചക്കള്ളം. കേടായ ഇറച്ചി മൃഗങ്ങൾക്ക് കൊടുത്ത വയറിന് അസുഖം പിടിക്കുമല്ലോ എന്ന് കരുതി കേടായത് മാത്രം പുറത്തുകൊണ്ട് കളഞ്ഞതാ. അത് കണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക അയാള്. സംശയം ഉണ്ടെങ്കിൽ സാർ ആ കൂട്ടിലേക്ക് ഒന്ന് നോക്കണം. വയറ് നിറച്ച് എന്നിട്ട് മിച്ചം വെച്ചിരിക്കും സാറ് കണ്ടോ? എന്നെ ദ്രോഹിക്കാൻ ഇവൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കെണിയാ ഇതൊക്കെ. എന്റെ ബുദ്ധി കൊള്ളാം. സാറ് ഒന്ന് മണത്ത് നോക്കിയേ. മണ്ണെണ്ണ മാറുന്നു. പപ്പടം പഴം പായസം 8 തരം കറിയും കൂട്ടി സദ്യ കഴിക്കാതിരിക്കുമ്പോ ഇലയുടെ തുമ്പത്ത് അല്പം കോഴിത്തട്ട് എന്ന സാറ് കഴിക്കോ? അതെവിടെ സംഭവിച്ചേ? മണ്ണെണ്ണ നാര് ഏത് മൃഗ സാറെ ഭക്ഷണം കഴിക്കാ? ഇപ്രാവശ്യത്തേക്ക് മാപ്പാക്കണം സാർ, ഇനി മേൽ ആവർത്തിക്കില്ല. നീ ഓഫീസിലേക്കോ, എന്നിട്ട് തീരുമാനിക്കാം നിന്നെ ഇവിടെ നിർത്തണോ അതോ വേണ്ടിയോ.
സൂപ്രണ്ടല്ലേ? അതെ. AC, TV, ഫ്രിഡ്ജ്, സ്റ്റീരിയോ, VCR, വാഷിംഗ് മെഷീൻ, ക്യാമറ, സെല്ലാർ, ഇതിലേത് വേണമെങ്കിലും ചോദിച്ചു തരാൻ ഞാൻ തയ്യാർ. ഓ, കച്ചവടക്കാരനാണല്ലേ. ഇൻസ്റ്റാൾമെന്റിലാണെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. ചേച്ചേ, കോടീശ്വരനായ ഒരു ഗൾഫുകാരന്റെ മുഖത്ത് നോക്കി കച്ചവടക്കാരനാണെന്ന് ചോദിച്ചല്ലോ. ആ, സാരമില്ല. ഒന്നുകൂടി പറയുന്നു, മേൽ പറഞ്ഞ ഐറ്റംസിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഫ്രീ ആയിട്ട് തരാൻ ഞാൻ തയ്യാർ. വട്ടുണ്ടോ? ഒരു പ്രത്യുപകാരം ചെയ്താൽ മതി. മനസ്സിലായില്ല. സൂപ്രണ്ട് വിചാരിച്ചാൽ ഒരു 3 മാസത്തിനകം എന്റെ കല്യാണം നടക്കും. എനിക്കതിന് ബ്രോക്കർ പണിയൊന്നുമില്ല. അധികാരമുണ്ടല്ലോ. ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ പിരിച്ചുവിടാനുള്ള അധികാരം. ആരെ? ആ ടെമ്പററി ജോലിക്കാരൻ മണികണ്ഠൻ, അവൻ എന്റെ ശത്രുവാ. ഇനി കാശായിട്ടാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാ. ഫ, പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൈക്കൂലി മേടിപ്പിക്കാതെ താനൊന്നും അടങ്ങില്ലല്ലേ? താൻ എന്താ കരുതിയത് പ്രലോഭനങ്ങളിൽ വീഴുന്നവനാണ് ഞാനെന്നോ? കേട്ടോ, ഇപ്പൊ തന്നെ ഇറച്ചി മറച്ച വിറ്റ കേസിൽ പ്രതിയായ ഒരുവനെതിരെ പേപ്പർ ശരിയായിക്കൊണ്ടിരിക്കാൻ ഞാൻ. സാർ, ഇതുപോലൊരു പ്രലോഭനത്തിൽ വീണുപോയതാ ഞാനും. എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു. പോണോ? ഒരുത്തന്റെ ജോലി കളയിക്കാൻ എളുപ്പ, അത് ഉണ്ടാക്കി കൊടുക്കാൻ വിഷമാ. അതോർത്താ സാർ ഞാൻ പറയുന്നത്. ഒന്നും പറയാൻ നിൽക്കണ്ട, പോ. ഓക്കെ, ഞാൻ രാജപ്പൻ, വയൽ നേർത്തിയ പുത്തൻ വീട്ടിൽ രാഘവന്റെ മകൻ രാജപ്പൻ. 3 മാസത്തിൽ കൂടുതൽ മണികണ്ഠൻ ഇവിടെ ജോലിക്കുണ്ടാവില്ല. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. See you. സാർ 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 ഉദ്ദേശിച്ചു വന്ന കാര്യം നടന്നില്ലല്ലോ. നിങ്ങളുടെ സംസാരം മുഴുവൻ ഞാൻ കേട്ടു. സാറിനെ ഞാൻ സഹായിക്കാം. ആ, മണികണ്ഠൻ എന്റെയും സാറിന്റെയും പൊതു ശത്രുവാ. അവനെ ഈ കാഴ്ച ബംഗ്ലാവിൽ നിന്ന് പുറത്താക്കേണ്ടത് എന്റെയും കൂടി ആവശ്യം. അവൻ ഇവിടെ ജോലി സ്ഥിരപ്പെട്ടാൽ എന്റെ ജോലി തെറിക്കുന്നുള്ള ഉറപ്പാ. പക്ഷേ അവന് സൂപ്രണ്ടിന്റെ പിൻബലം ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പിന്നെന്താ ഒരു വഴി? വഴി വലതുകൊണ്ട്. നേരായ വഴിയുണ്ട്, വളഞ്ഞ വഴിയുണ്ട്, കുറുക്ക് വഴിയുണ്ട്. ഏത് വേണം? നിനക്കാവുമ്പോ വളഞ്ഞ വഴി അറിയൂ, പറ. മണികണ്ഠൻ ജോലിക്ക് കയറിയിരിക്കുന്നത് മറ്റൊരുത്തൻ ലീവ് വേക്കൻസിയില്ല. അവനെ തിരിച്ചു ജോലിയിൽ പ്രവേശിപ്പിച്ചാൽ സംഗതി ക്ലീൻ. ആരായാള്? സുവാസു. സുവാസു? ആ, സൂവിൽ ജോലി ചെയ്യുന്ന വാസു. സുവാസു. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും സുവാസു. എങ്കിൽ അയാളെ കാണണം. കാശ് എത്ര ആണേലും മുടക്കാം. കാശിലൊന്നും വീഴില്ല. ആളൊരു വട്ട് കേസാ. മൃഗങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ളവനാ സുവാസു. മൃഗഭാഷയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആനമലയിലെ ആദിവാസി കോളനിലേക്ക് പോയിരിക്കായി സുവാസു.